അങ്ങനെ ഇന്നത്തെ ഈ വലിയ റെഡിയാവലിന് വലിയൊരു സ്റ്റോറി തന്നെയുണ്ട്. അത് പിന്നെ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് കാലത്ത് 6 മണിക്ക് പോകേണ്ട സാധനം ഞങ്ങൾ ഇന്നൊരു ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഇറങ്ങിയത്. ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ബസ് കാത്തിരുന്ന് ഞങ്ങൾ ഇവിടെ ഇരുന്നു. അപ്പോഴാണ് നമുക്ക് പറ്റിയൊരു അമളി മനസ്സിലായത്. ആപ്പിൽ ബസ് ടൈമിന് കാണിച്ചെങ്കിലും ബസ് വരുന്നില്ല എന്നാണ് അറിയിച്ചത്. അങ്ങനെ ഒരു ബസ് വന്നു. ആ ബസ് ഇന്നൊക്കെയുള്ളതല്ല എന്നാണ് പിന്നെ മനസ്സിലാക്കിയത്. വീടല്ലേ? അതെ, ഒന്ന് കാണണമായിരുന്നു. ഞാൻ ഗോവിന്ദൻകുട്ടി, ഇത് ശിവരാമൻ. കൂട്ടിയിട്ട് വരാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഫൈനലി അവസാനം തീരുമാനമെടുത്തു, ട്രെയിനിന് പോവാം. അങ്ങനെ നടന്ന് ട്രെയിനൊക്കെ പിടിച്ച് ട്രെയിനൊക്കെ കിട്ടി. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഞങ്ങൾ ബസ് മേടിച്ച് ഒരു ചെറിയ സ്ട്രീറ്റിലേക്ക് പോയി. ആ സ്ട്രീറ്റ് എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് സിറ്റി എന്ന് തന്നെ പറയാം. അടിപൊളി കാഴ്ചയായിരുന്നു. അവിടെ കുറേ ആൾക്കാരുന്ന് മ്യൂസിക് അങ്ങനെ കാര്യങ്ങൾ. ഇതൊരു 3 മണി ടൈമാണ് കേട്ടോ. കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വെച്ച് കയറി. അവിടെ നല്ലൊരു 80% ഓഫേഴ്സ് ഉണ്ടായിരുന്നു, സമ്മർ സെയിൽ. പിന്നെ ആ സ്ട്രീറ്റിൽ നല്ല സ്റ്റാച്ചു, നല്ല കഫേകൾ. പിന്നെ അങ്ങനെ കയറി ഞങ്ങൾ സാലഡും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് ആ സ്ട്രീറ്റിൽ കൂടെ നോക്കുമ്പോൾ അച്ഛനും മോളൊക്കെ ഇന്ന് സിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ വലിയ പർച്ചേസൊന്നും നടത്തിയില്ല, പക്ഷെ എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് ഒരു നഗരഭംഗിയൊക്കെ ആസ്വദിച്ച് വീണ്ടും തിരിച്ച് ഞങ്ങൾ ട്രെയിനൊക്കെ കയറി വീണ്ടും നമ്മുടെ പച്ചപ്പും ഹരിതാപവും നല്ല രസമായിരുന്നു ആ വ്യൂ. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കണ്ട് വീണ്ടും വീട്ടിലെത്തി. ഞങ്ങൾ അവിടെ നിന്ന് വാങ്ങിച്ചൊരു സ്പെഷ്യൽ വൈൻ ഉണ്ടായിരുന്നു. അതിങ്ങനെ ചെറുതായിട്ട് ട്രൈ ചെയ്യാന്ന് വെച്ച് ഇന്നത്തെ ഡേ അങ്ങോട്ട് കഴിഞ്ഞു.